ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. സോ ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഹൗ ടു മേക്ക് സ്റ്റിക്കേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് കസ്റ്റമൈസ് നമുക്ക് ഇങ്ങനെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാനുള്ളത്. വളരെ സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ. നമുക്ക് എല്ലാവർക്കും വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്യാം. സോ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. സോ ഫസ്റ്റ് നമ്മളൊരു ഷീറ്റ് പേപ്പർ എടുക്കുക. അതിൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റിക്കേഴ്സിൻ്റെ പിക്ചർ വരയ്ക്കുക. റെഫറൻസിന് വേണമെങ്കിൽ പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് എടുക്കാം. ക്യൂട്ട് സ്റ്റിക്കേഴ്സ് എന്നോ കവായ് സ്റ്റിക്കേഴ്സ് എന്നോ അല്ലെങ്കിൽ വിൻറ്റേജ് സ്റ്റിക്കേഴ്സ് എന്നോ ഒക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ റെഫറൻസ് നമുക്ക് കിട്ടുന്നതാണ്. സോ അത് നോക്കി നമ്മൾ പേപ്പറിൽ വരച്ചെടുത്തതിന് ശേഷം നമ്മളിതിനെ കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ്, പക്ഷെ എന്നാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ കുറച്ച് ക്യൂട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പം വൈറ്റ് ബോർഡർ വരുന്ന രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയായിരിക്കും കാണാം. ഇപ്പം തന്നെ സ്ട്രോബെറി കണ്ടോ, നല്ല ഭംഗിയിൽ ഒരു വൈറ്റ് ബോർഡർ വന്ന് വരത്തക്ക രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാൻ ബോർഡർ ഇല്ലാതെ കേട്ടോ കട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്ത് സെപ്പറേറ്റ് മാറ്റി വെച്ച ശേഷം ഇതേപോലെ ഒരു പാഷ്മെൻറ്റ് പേപ്പർ എടുക്കാം. പാഷ്മെൻറ്റ് പേപ്പർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ നെയിൽ സ്ലിപ്പിൻ്റെ പുറകിലുള്ള ഒരു ടൈപ്പ് ഓഫ് പേപ്പർ ഇല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അതുപോലത്തെ പേപ്പർ വാങ്ങാനും കിട്ടും, അല്ലെങ്കിൽ നെയിൽ സ്ലിപ്പിൻ്റെ പുറകിലുള്ള പേപ്പർ എടുത്താലും മതി. സോ ആ പേപ്പർ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ ടേപ്പൊക്കെ നമ്മൾ ഒട്ടിക്കുമ്പോഴേ അധികം എന്താ പറയുക ഒട്ടി അങ്ങ് പിടിക്കത്തില്ല. അതാണ് ഇങ്ങനത്തെ പേപ്പറിൻ്റെ പ്രത്യേകത. സോ ആ പേപ്പർ എടുത്ത ശേഷം ഇതേപോലെ ഒരു ടേപ്പ് വെച്ച് ഇങ്ങനെ നമുക്ക് എവിടെയാണ് സ്റ്റിക്കർ വെക്കേണ്ട ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിക്കേഴ്സിനെ ഓരോന്നായിട്ട് ഇങ്ങനെ അതിലിങ്ങനെ വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ചെയ്യുന്നുണ്ട്. ഗ്ലൂ ചെയ്യുന്നതിൻ്റെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകത്തില്ല, അവിടെ തന്നെ ഇങ്ങനെ സ്റ്റിക്കായിട്ടിരുന്നോളൂ. അതുകൊണ്ടാട്ടോ ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. പക്ഷേ കുറച്ചും കൂടി വൃത്തിക്ക് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് മാറാതെയും തിരിയാതെയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് അവിടെ ഇരുന്നോളൂ. അങ്ങനെ എല്ലാ സ്റ്റിക്കേഴ്സും വേണ്ട ഭാഗത്ത് ഇങ്ങനെ ഒട്ടിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലിൽ ഒരു ടേപ്പ് വെച്ച് വീണ്ടും സെക്യൂർ ചെയ്യണം. ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ വീണ്ടും ഇതേപോലെ ടേപ്പ് എടുത്തിട്ട് ആ അത്രയും സ്റ്റിക്കേഴ്സ് കവേർഡ് ആവുന്ന രീതിയിൽ വേണം ഒട്ടിച്ചു കൊടുക്കാൻ. ഇങ്ങനെ ഒട്ടിച്ചിട്ട് നല്ല പോലെ അതിനെ ഒട്ടിക്കണം. ബബിൾസ് വരാത്ത രീതിയിൽ വേണം ഒട്ടിക്കാൻ. ബബിൾസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇളകി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. സോ ബബിൾസ് വരാത്ത രീതി ഒട്ടിക്കണം. അതിനുശേഷം ഇതേപോലത്തെ നൈഫ് എടുത്ത് നമ്മൾക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നൈഫ് വെച്ച് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ സിസേഴ്സ് വെച്ചിട്ടും ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ്. എന്തായാലും സംഭവം നമുക്ക് ആ ഒരു പീൽ ചെയ്യുന്ന സമയത്ത് ഈ പാഷ്മെൻറ്റ് പേപ്പറും സ്റ്റിക്കറും വേറെ ആവണം. അതായത് പക്ക ഒരു സ്റ്റിക്കർ എങ്ങനെയാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു രീതിയിൽ ഈ സാധനം വരണം. അങ്ങനെ വേണം നമ്മൾ സെറ്റ് ചെയ്തെടുക്കാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്റ്റിക്കേഴ്സ് ഇവിടെ റെഡിയാണ്. ഇത് നമുക്ക് കട്ട് ചെയ്തോ ഒക്കെ യൂസ് ചെയ്യാം. എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ബുക്കിലൊട്ടിക്കാം, ടേബിളിൽ അല്ലെങ്കിൽ വാളിൽ ഒക്കെ നമുക്ക് ഇതേപോലെ പീൽ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒട്ടിക്കാം. പിന്നെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്ര ലോങ് ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നത്. അതിൻ്റേതായ പോരായ്മകളുണ്ട്, അതെല്ലാം ഞാൻ മാറ്റിയെടുക്കും. സോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ശരി, ബൈ.